ആദ്യമേ തന്നെ എല്ലാവർക്കും ദുഃഖാന തിരുനാളിന്റെ മംഗളങ്ങൾ നേരുന്നു. അസതോമ സത്കമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതം ഗമയ. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ഞങ്ങളെ നയിക്കണമേ എന്ന പൂർവ്വപിതാക്കന്മാരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമായി ഭാരത മണ്ണിലെത്തിയ ക്രിസ്തു ശിഷ്യനാണ് വിശുദ്ധ തോമസ് ലീഹ. ജൂലൈ 3-നാണ് വിശുദ്ധ തോമസ് ലീഹായുടെ തിരുനാളായി നാം ആഘോഷിക്കുന്നത്. ഇന്ത്യയിലെ ക്രൈസ്തവ സഭ സ്ഥാപകനായ വിശുദ്ധ തോമസ് ലീഹ രഥസാക്ഷിത്വം വഹിച്ചതിന്റെ ഓർമ്മയാണ് ദുഃഖാന തിരുനാൾ. ദുഃഖാനിക്ക് കേരളത്തിൽ തോറാന എന്ന പേരുമുണ്ട്. തോരാതെ മഴ പെയ്യുന്ന ദിവസമായതുകൊണ്ടാണ് തോറാന എന്ന പേരുണ്ടായത്. AD 52 വിശുദ്ധ തോമസ് ലീഹ കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ എത്തിയെന്ന് കരുതപ്പെടുന്നു. AD 72 തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ വെച്ച് കുത്തേറ്റാണ് വിശുദ്ധ തോമസ് ലീഹ രക്തസാക്ഷിയായത്. വിശുദ്ധ തോമസ് ലീഹായുടെ കബറിടം മൈലാപ്പൂരിൽ ഇന്നുമുണ്ടെങ്കിലും ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിക്കുന്നത് ഇറ്റലിയിലാണ്. ഇന്നും ക്രിസ്ത്യാനികൾ പീഡനങ്ങളും വെല്ലുവിളികളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം എന്ന് മറ്റു ശിഷ്യന്മാർക്ക് ധൈര്യം പകർന്ന യേശുവിന്റെ ധീരനായ അനുഗാമി വിശുദ്ധ തോമസ് ലീഹ നമുക്കെന്നും ഒരു മാതൃകയാണ്. തന്നെ പോലെ സ്നേഹത്തിന്റെയും ജീവന്റെയും വഴി തിരഞ്ഞെടുക്കാൻ ഏവരെയും പ്രേരിപ്പിക്കുന്ന വിശ്വസ്ത ശിഷ്യനാണ് വിശുദ്ധ തോമസ് ലീഹ. ക്രിസ്തുവിനെ പ്രതി ജീവൻ നൽകി ജീവൻ നേടുന്ന ആ സ്നേഹത്തോടൊപ്പം നമുക്കും വളരാം. വിശുദ്ധ തോമസ് ലീഹയെ പോലെ സംശയങ്ങളുടെ നിഴലെല്ലാം മാറ്റി പൂർണ്ണ വിശ്വാസത്തോടെ എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് വിളിച്ചപേക്ഷിക്കാൻ നമുക്കേവർക്കും സാധിക്കട്ടെ. ഒരിക്കൽ കൂടി ദുഃഖാന തിരുനാളിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ക്രൈസ്റ്റ്.